ഓം ശാന്തി. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. എവിടെ ചെന്നാലും ആരുമായി ഇടപെട്ടാലും അവിടെയെല്ലാം നമ്മളുടെ മൂല്യം ഉയർത്തപ്പെടുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയിലൂടെയാണ്. ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളിൽ പോയിട്ടാണ് ആ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റി എത്ര തന്നെ ഡെവലപ്പ് ചെയ്താലും ആ വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥമായ റോയൽറ്റി അഥവാ രാജകീയത എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്നതയിലാണ്. നോക്കൂ, ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ, എല്ലാവരിലേക്കും ആ ചിത്രം അത്രയധികം ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. എല്ലാവരിലേക്കും അതിന് അട്രാക്ഷൻ ലഭിക്കുന്നു. കാരണം ആ ചിത്രത്തിൻ്റെ വശ്യത, ആ മുഖഭാവത്തിലെ പ്രസന്നതയാണ് ഏറ്റവും ആ ചിത്രത്തെ മനോഹരമാക്കുന്നത്. നമ്മളും പലപ്പോഴും നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മുഖം എപ്പോഴും പ്രസന്നമാക്കി വെക്കണം, ചിരിച്ചുകൊണ്ടിരിക്കുന്നു പറയാറുണ്ട്. അതായത് ചിരിയില്ലാത്ത ഒരു മുഖത്തിന് ഒരു തരത്തിലുള്ള റോയൽറ്റിയും ഉണ്ടാകില്ല. അപ്പൊ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ റോയൽറ്റി അഥവാ രാജകീയത എന്ന് പറയുന്നത് ചീർഫുൾനെസ് അഥവാ പ്രസന്നതയാണ്. നോക്കൂ, ഒരു റോയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, എന്താ റോയൽറ്റി എന്ന് പറഞ്ഞാൽ? എപ്പോഴും എവിടെയും തൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും മിതത്വം പാലിക്കുകയും അതിലൂടെ തൻ്റെ യഥാർത്ഥമായ പേഴ്സണാലിറ്റി എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് റോയൽ സോൾസ്. അതായത് രാജകീയമായിരിക്കുന്ന ആത്മാ. ഒരു രാജകീയമായ അല്ലെങ്കിൽ റോയലായ ഒരു വ്യക്തി എല്ലാ സാഹചര്യങ്ങളിലും തൻ്റെ ആ രാജകീയതയും അതേപോലെ സമനില അതായത് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യും. അവർ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാറില്ല, അനാവശ്യമായി സംസാരിക്കാറില്ല. കാരണം അവരുടെ ആ വാക്കുകളിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും ഭാവത്തിലും നമുക്കറിയാം സംതിങ് ഡിഫറൻറ്റ്. ഇവരെല്ലാവരെ പോലെ അല്ല. ആ വേറിട്ടിരിക്കുന്ന സംതിങ് ഡിഫറൻ്റ് ആയിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും റോയൽറ്റി. ചില ആളുകളെ കാണുമ്പോൾ പറയാലോ, കണ്ടിട്ട് രാജകലയുണ്ടല്ലോ ഇവർക്ക്, ഇത് രാജകുടുംബത്തിൽ പിറന്നതാണ് ഈ കുട്ടി, ആ മുഖം കണ്ടിട്ട് നല്ലൊരു തേജസ് ഉണ്ടല്ലോ എന്ന് പറയാറില്ലേ? അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ഉന്മേഷം നിലനിർത്തുക, അതേസമയം എല്ലായിടത്തും ബാലൻസ് സമനില മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിനെയാണ് രാജകീയത എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ആത്മാഭിമാനത്തിനെയും നമ്മുടെ സന്തോഷത്തെയും വെല്ലുവിളിക്കുന്ന ഏത് സാഹചര്യങ്ങൾ വന്നാലും ആ റോയൽ പേഴ്സണാലിറ്റികൾ എപ്പോഴും ആത്മാഭിമാനത്തോടെയും അത്രയ്ക്കും തന്നെ നിറഞ്ഞ പോസിറ്റിവിറ്റിയോട് മുൻപോട്ട് പോകും. കാരണം അവർ ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കി തൻ്റെ അവസ്ഥയെ മാറ്റാതെ ഞാൻ എന്താണോ ആ അവസ്ഥയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ആ വ്യക്തിത്വത്തിൽ റോയൽറ്റി കൂടി കൊണ്ടുവരണം, രാജകീയത. ആ രാജകീയത വരുന്നപ്പോഴാണ് നമ്മുടെ മുഖത്തുള്ള ആ തൃപ്തി, ആ സന്തോഷം, ആ പ്രസന്നത. ഇന്ന് നമ്മൾ അഭ്യസിക്കുന്നത് ഇതാണ്. ഇന്ന് ഞാൻ ഏത് കാര്യം ചെയ്താലും ആത്മാ അഭിമാനത്തിൻ്റെ, സെൽഫ് കോൺഫിഡൻസിൻ്റെ, സെൽഫ് എസ്റ്റീമിൻ്റെ അവസ്ഥയിലിരിക്കും. ഇന്ന് എനിക്കൊരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി സുപ്പീരിയറിറ്റി കോംപ്ലക്സിലേക്ക് ഞാൻ പോവില്ല. ഞാൻ എന്താണോ ആ സ്വത്വത്തിൽ ഞാൻ ഇരുന്നു കൊണ്ടായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓഫീസ് കാര്യങ്ങളായിരുന്നാലും വീട്ടുകാര്യങ്ങളായിരുന്നാലും ആ റോയൽറ്റിയോടുകൂടി ഞാനത് ചെയ്യും. എല്ലാവരുടെ മുൻപിലും ഞാൻ ഇന്നത്തെ ദിവസം വളരെ പ്രസന്നമായിരുന്നു കൊണ്ട് എൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. ഈ ഒരു സീറ്റ് ഓഫ് സെൽഫ് റെസ്പെക്റ്റിൽ നമുക്കിരിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാനും ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കും. അതായത് എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ നിയന്ത്രണമല്ലാതെ സംസാരിക്കില്ല, കേൾക്കില്ല, ഒന്നും ചെയ്യില്ല. കാരണം ഞാൻ റോയൽ സോളാണ്, റോയൽറ്റി ഉള്ള ആളുകളാണ്. അപ്പം എന്താ, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് നിയന്ത്രണ ശക്തിയുണ്ട്, എനിക്ക് കൺട്രോളിങ് പവർ ഉണ്ട്.
അതുപോലെ റൂളിംഗ് പവർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇന്ദ്രിയങ്ങളെയും എൻ്റെ മനസ്സിനെയും ഞാൻ എല്ലാ സാഹചര്യത്തിലും എൻ്റെ കൺട്രോളിലാക്കി വെക്കും. ഞാൻ എൻ്റെ സ്വാഭിമാനത്തിൻ്റെ സീറ്റിൽ നിന്ന് ഒരിക്കലും താഴേക്ക് ഇറങ്ങില്ല. മറ്റുള്ളവർ എത്ര തരംതാണ രീതിയിൽ എന്നോട് പെരുമാറിയാലും അവരുടെ ലെവലിലേക്ക് ഞാൻ താഴാതെ എൻ്റെ ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം അവരോട് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സീറ്റ് ഓഫ് സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗുണം എന്താണ്? ഒരു തരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളുടെ പ്രഭാവത്തിൽ നമ്മൾ പെട്ടുപോകില്ല. ഇപ്പോൾ റോയൽ ആത്മാക്കൾ, റോയൽ പേഴ്സണാലിറ്റികൾ എങ്ങനെയാണ്? അവർ ഒരിക്കലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോകുന്നവരല്ല. സാഹചര്യങ്ങൾ വരും പോകും, പക്ഷേ എൻ്റെ വ്യക്തിത്വം, എൻ്റെ മുഖത്തെ പ്രസന്നത, എൻ്റെ സംതൃപ്തി, എൻ്റെ സന്തോഷം, അതിനെ ഇല്ലാതാക്കാൻ ലോകത്തിലുള്ള ഒരു സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ സാധ്യമല്ല. കാരണം ഞാൻ ഇരിക്കുന്നത് എൻ്റെ സീറ്റ് ഓഫ് സെൽഫ് റെസ്പെക്റ്റിലാണ്, ആത്മാഭിമാനത്തിൻ്റെ സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെന്താണ്? ഐ ആം എ റോയൽ സോൾ. ഞാനൊരു രാജകീയമായ വ്യക്തിത്വം നിലനിർത്തപ്പെടുന്ന ഒരു ആത്മാവാണ്. ഓക്കെ, ഓം ശാന്തി.